ഓരോ വാർത്തയെയും എത്രത്തോളം ആഴത്തിലാണ് മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും സമീപിക്കുന്നത് എന്നത് പരിശോധിക്കപ്പെടണം. അവയുടെ കൃത്യമായ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നുണ്ടോ, അതോ കേവലം കേട്ടെഴുത്ത് മാത്രമായി പത്രപ്രവർത്തനം ചുരുങ്ങുന്നുണ്ടോ എന്നത് വിലയിരുത്തപ്പെടണം. ശരിയായി റിപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ പ്രധാനമാണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യുക എന്ന നിലയുണ്ടാകുന്നുണ്ടോ എന്നതും പരിശോധിക്കപ്പെടണം. അക്ഷരത്തെറ്റും വ്യാകരണ പിശകും ഒഴിവാക്കാനുള്ള സാവകാശം പോലും ഇല്ലാത്ത നിലയിലേക്ക് ബ്രേക്കിംഗ് ന്യൂസ് സംസ്കാരം വാർത്താമാധ്യമങ്ങളെ കൂപ്പുകുത്തിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് മാധ്യമ മേഖലയിലുള്ളവർ തന്നെ ചിന്തിക്കണം. വിവാദങ്ങളുടെയും വികാരങ്ങളുടെയും പുറകെ പോകുമ്പോൾ വിവരങ്ങൾ പുറന്തള്ളപ്പെടുന്നുണ്ടോ എന്നത് പരിശോധിക്കപ്പെടണം. വികസനത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും വാർത്തകൾ മലയാള പത്രങ്ങളിൽ പ്രായേണ കാണാൻ കഴിയുന്നില്ല. മറിച്ച് ദേശീയ മാധ്യമങ്ങളിൽ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ഈ ആക്ഷേപം ശരിയാണോ എന്നതും പരിശോധിക്കപ്പെടണം. മഹാമാരിയിൽപ്പെട്ട് ജനങ്ങൾ ഉഴലുന്ന കാലത്ത് പോലും പ്രതീക്ഷ നൽകുന്ന വാർത്തകളേക്കാൾ സ്തോഭജനകമായ വാർത്തകൾക്കാണോ മുൻഗണന നൽകപ്പെട്ടിട്ടുള്ളത് എന്നതും പരിശോധിക്കപ്പെടണം. എല്ലാവരെയും എല്ലാറ്റിനെയും വിമർശിക്കാൻ വ്യഗ്രതപ്പെടുമ്പോൾ അംഗീകരിക്കേണ്ടവ മനഃപൂർവ്വം തമസ്കരിക്കപ്പെടുന്നുണ്ടോ എന്നതും പരിശോധിക്കപ്പെടണം. തങ്ങൾ വിമർശനാതീതരാണ് എന്ന ചിന്ത മാധ്യമപ്രവർത്തകർക്കിടയിൽ വളരുന്നുണ്ടോ എന്നത് വിലയിരുത്തപ്പെടണം. എന്നാൽ വിമർശനത്തിന് ഇറങ്ങി പുറപ്പെടുന്നവർക്ക് തങ്ങളുടെ ന്യൂനതകളും തെറ്റുകളും ചൂണ്ടിക്കാട്ടുമ്പോൾ അവയെ ക്രിയാത്മകമായി ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ എന്നതും പരിശോധിക്കണം. വിമർശനങ്ങളെ വേട്ടയാടലുകളായി ചിത്രീകരിക്കാനുള്ള വ്യഗ്രത ഉണ്ടാകുന്നുണ്ടോ എന്നതും പരിശോധിക്കപ്പെടണം. അതേസമയം യഥാർത്ഥ വേട്ടയാടലുകൾ കാണാതെ ഇരിക്കുന്ന തരത്തിൽ തിമിരം ബാധിച്ചിട്ടുണ്ടോ എന്നതും പരിശോധിക്കപ്പെടണം. ആരെ വിമർശിച്ചാലും തങ്ങൾ വിമർശിക്കപ്പെടുന്നില്ല എന്നും ആരെ വേട്ടയാടിയാലും തങ്ങൾ വേട്ടയാടപ്പെടുന്നില്ല എന്നും ആർക്കെന്തു പറ്റിയാലും തങ്ങൾക്കൊന്നും പറ്റുന്നില്ല എന്നും ഉറപ്പുവരുത്തുന്ന സങ്കുചിതമായ നിലയിലേക്ക് മാധ്യമപ്രവർത്തനം പരിണമിക്കുന്നുണ്ടോ എന്നതും പരിശോധിക്കപ്പെടണം. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് എന്ന് അംഗീകരിക്കുകയും ആരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടാലും അത് സ്വന്തം അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നതിന് തുല്യമാണെന്ന് കരുതുകയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേൽ കൈകടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതാണ് നീതിയുക്തമായ മാധ്യമപ്രവർത്തനം എന്ന ബോധ്യമാണ് നമ്മെ നയിക്കേണ്ടത്. ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന മലയാളികളായ മാധ്യമപ്രവർത്തകരാണ് നിങ്ങൾ. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ തുടർച്ചയായി അവഗണിക്കപ്പെടുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫിനാൻസ് കമ്മീഷനുകൾ അനുവദിക്കുന്ന വിധത്തിലായാലും കേന്ദ്ര ബജറ്റിലായാലും ധനമന്ത്രാലയത്തിൻ്റെ തീരുമാനങ്ങളിലായാലും ഒക്കെ സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ സമീപനം ഉണ്ടാവുകയാണ്. ഒരു വശത്ത് നമ്മുടെ നേട്ടങ്ങളുടെ പേരിൽ നമുക്ക് അർഹതപ്പെട്ട വിഹിതം നിഷേധിക്കപ്പെടുന്നു. മറുവശത്ത് ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലും നമുക്ക് പ്രത്യേക സഹായം നിഷേധിക്കപ്പെടുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെയുള്ള മലയാള മാധ്യമ പ്രവർത്തകർ കേരളത്തിൻ്റെ താൽപ്പര്യങ്ങൾ ഡൽഹിയിൽ പ്രതിഫലിപ്പിക്കുന്നവരായി തീരേണ്ടതുണ്ട്. നാടിനോടും നാട്ടുകാരോടും നിങ്ങൾക്കുള്ള പ്രതിബദ്ധത പ്രകടിപ്പിക്കാനുള്ള അവസരമായി ഇതിനെ കാണണം. മാധ്യമപ്രവർത്തകർക്ക് ഒരുവിധ ഭീഷണിയും നേരിടാതെ ഭയരഹിതമായി ജോലി ചെയ്യാൻ കഴിയുന്ന രാജ്യത്തെ അപൂർവ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആ കേരളത്തെ സംരക്ഷിക്കേണ്ടതും
കൂടുതൽ ഉയർച്ചയിലേക്ക് കൊണ്ടുവരേണ്ടതും സ്വതന്ത്രവും ഭയരഹിതവുമായ മാധ്യമ പ്രവർത്തനത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമാണ്. ഡൽഹിയിലുള്ള കേരളത്തിലെ പത്രപ്രവർത്തകർ എല്ലാ ഭേദചിന്തകൾക്കും അതീതമായി കേരളത്തിൻ്റെ പൊതു താൽപ്പര്യം ഉയർത്തിപ്പിടിക്കുന്നവരാകണം. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ഡൽഹിയിലെ അധികാര കേന്ദ്രങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കേണ്ടതുമുണ്ട്. കേരളം ചെയ്യുന്ന പല കാര്യങ്ങളും രാജ്യത്തിനാകെ മാതൃകയാണ്. ആ മാതൃകയെ ശക്തിപ്പെടുത്തണം. ഇതിന് കേരളത്തിന് അർഹതപ്പെട്ടതെല്ലാം ഒരു തടസ്സവുമില്ലാതെ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. അതിനുള്ള അവസരം ഒരുക്കുന്നവരായി തീരണം. അങ്ങനെ അവസരം ഒരുക്കുന്നവരായി തീരണം KUWJ-യുടെ പ്രവർത്തകർ എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കമ്മിറ്റിക്ക് എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം.